ഇപ്പോൾ കണ്ണൂർ KSU മാർച്ച് അടക്കമാണ് SLC മോഡൽ ചോദ്യപേപ്പറിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് ആ പ്രതിഷേധം. കണ്ണൂർ KSU മാർച്ചിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സജോ, എന്താണ് പ്രശ്നം? ഹാഷ്മി, KSU നേതാക്കളെ കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതായത് SSLC മോഡൽ പരീക്ഷയിൽ കാര്യമായ അപാകത, ആ പരീക്ഷ സാഹചര്യമില്ല, പുറത്തേക്ക് പോവുക വിദ്യാർത്ഥികൾ. അതിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്തത്. അതിനെതിരെയാ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളടക്കമുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾ പഠിക്കുന്നുണ്ട്. അതായത് ഈ മോഡൽ പരീക്ഷ നടത്തിപ്പിൽ വലിയ അപാകതയും വീഴ്ചയും ഉണ്ടായി എന്നതാണ് KSU ആരോപിക്കുന്ന ഒരു കാര്യം. നേരത്തെ മോഡൽ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് സ്കൂളുകളിൽ ലഭ്യമായില്ല. കുറവ് ചോദ്യപേപ്പറുകളാണ് ലഭ്യമായത്. ചോദ്യപേപ്പറുകളിൽ തന്നെ ചോദ്യങ്ങളുടെ സീരിയൽ നമ്പർ അടക്കം രേഖപ്പെടുത്തിയതിൽ വലിയ പിഴവുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിന് ശേഷം 9ാമത്തെ ചോദ്യം, 9ാമത്തെ ചോദ്യത്തിന് ശേഷം 15 എന്നിങ്ങനെയൊക്കെ തെറ്റായി നമ്പറുകൾ രേഖപ്പെടുത്തി. അങ്ങനെ കാര്യമായ പിഴവ് SSLC പോലെ അതിൽ മോഡൽ പരീക്ഷ എന്നത് പ്രധാനപ്പെട്ടത് തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. അങ്ങനെ കാര്യമായ പിഴവുകൾ ഉണ്ടായി എന്നാണ് അവർ പരീക്ഷ അടക്കമുള്ള കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ മേഖലയും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. തകർന്ന് തരിപ്പണമായിട്ടാണ് ഉള്ളത്. ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയാലും ഈ 2 മന്ത്രിമാരും ഭരിക്കാനറിയാതെ ഭരിച്ചു മുടിച്ച് മുന്നോട്ട് പോയ കേരളത്തിലെ വിദ്യാർത്ഥികളെ നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ SSLC പരീക്ഷയുടെ അവസ്ഥ ഒന്ന് പരിശോധിക്കണം. പ്രവർത്തകരെ പൂർണ്ണമായും ഇപ്പോൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കണ്ണൂർ ടൗണിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്കാണ് KSU പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രതിഷേധിക്കുകയും പിന്നീട് ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തു. അതോടെ പോലീസ് തടയുകയും പിന്നീട് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയും ചെയ്തിട്ടുള്ളത്. ഹാഷ്മി, SLC മോഡൽ ചോദ്യപേപ്പറിൽ അപാകത എന്നാരോപിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വലിയ പ്രതിഷേധം KSU കാഴ്ചവെക്കുമായിരുന്നു.